നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു ടോപ്പ് ലിക്വിഡിറ്റി പോയിന്റ് ബ്രേക്ക് ചെയ്താണ് നമുക്കൊരു ക്യാൻഡിൽ വന്നത്. എന്നിട്ട് അതിൽ നിന്നൊരു പുൾ ബാക്കിന് നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡാണ് പ്ലാൻ ചെയ്തത് ഈ ഒരു OB വരെ ടാർഗറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസിലേക്ക് വരുമ്പോൾ പ്രോപ്പറായിട്ടൊരു എൻട്രി കിട്ടുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ട്രൈക്ക് പ്രൈസിലാണെങ്കിൽ ഇവിടെ ഒരു 30 മിനിറ്റിൻ്റെ സ്ട്രൈക്ക് പ്രൈസിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടേക്കൊരു വിക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. 3 മിനിറ്റിൽ എൻട്രി മിസ്സായി പോയി. ഒരു 50 EMA സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു എൻട്രി എടുക്കേണ്ടത്. ഞാൻ ഇതും ഈ 3 മിനിറ്റും 30 മിനിറ്റും കമ്പയർ ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു വിക്ക് കൂടി വരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് എൻട്രി മിസ്സായത്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാർട്ട് ഇൻഡെക്സ് ചാർട്ടിൽ കൃത്യമായിട്ട് ആ ഒരു ഇന്നലെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ ലിക്വിഡിറ്റിയിൽ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ പുൾ ബാക്ക് ടു ആ ടോപ്പിലേക്ക് വന്നപ്പോൾ നമുക്ക് എൻട്രി എടുക്കണമായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ അത് അപ്പ് സൈഡിലേക്ക് മൂവ് ആയിട്ടുണ്ട്. അറൗണ്ട് ഒരു 50 പോയിന്റ്സിനടുത്ത് മൂവ് ആയി. പക്ഷേ എൻട്രി തരാതെയാണ് പോയത്. അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ വിക്ക് കുറച്ച് വോളറ്റൈലായിട്ടാണ് വന്നത്. നമുക്ക് എൻട്രി എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. എൻട്രി എടുത്തിരുന്നെങ്കിൽ ഒരു 10 പോയിന്റ് മുകളിലേക്കായിരുന്നു കിട്ടുള്ളൂ. ഞാൻ എൻ്റെ എൻട്രീസ് 10 പോയിന്റ് SL വെച്ച് ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് ഈ 50 EMA താഴെ ഒരു SL വെക്കാനായിട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കാറുള്ളൂ. അപ്പോൾ അത് മിസ്സായി പോയതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ അനാലിസിസ് കറക്റ്റായിരുന്നു. അത് വിക്ക് പുൾ ബാക്ക് വന്നിട്ട് പോയി ഇവിടെ ഒരു 60 പോയിന്റ്സിൻ്റെ അടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു എൻട്രി മിസ്സായി. നമുക്ക് അടുത്ത എൻട്രി വെയിറ്റ് ചെയ്യാം, നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി വരുമ്പോൾ. ആ എൻട്രി തന്നെ ഒരു പുൾ ബാക്ക് വന്നപ്പോൾ എടുക്കാനായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു അപ്പ് സൈഡിലേക്ക് ഒരു ടാപ്പ് ചെയ്തിട്ട് റിട്ടേൺ വന്നതായിരുന്നു. ഈ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലോങ് ടാർഗറ്റ് നോക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നോക്കാം. അപ്സൈഡ് ഇൻഡിക്കേഷൻ പോലെ ഒരു ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. 3 മിനിറ്റിലോ 1 മിനിറ്റിലോ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഹാമർ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിലൊരു എൻട്രി എടുക്കാം. പക്ഷെ നമ്മൾ ജസ്റ്റ് അതിലൊരു എൻട്രി എടുത്തിട്ടുണ്ട് പുൾ ബാക്കിൽ. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അപ്സൈഡ് പോകുന്നൊരു ഡൗട്ടുണ്ട്. സെല്ലിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സെല്ലടിക്കുകയാണെങ്കിൽ അടുത്ത ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ അധികം ടാർഗറ്റ് നോക്കുന്നില്ല. ജസ്റ്റ് ഒരു 20-25 പോയിന്റ്സ് നോക്കുന്നുള്ളൂ. കാരണം
ഇത് ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നതുകൊണ്ട് തന്നെ മേ ബി ഇനി താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 20-25 പോയിന്റ്സിലേക്ക് നോക്കുന്നുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുവാണ്. ഞാൻ 1:2 റേഷ്യോയിലെ ട്രേഡ്സ് ടാർഗറ്റ് ചെയ്യുള്ളൂ. 10 പോയിന്റ് എസ്എല്ലും ഒരു 20-25-30 റേഞ്ചിൽ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ട്രേഡ് എങ്ങനെ എടുത്തു, സ്ട്രാറ്റജി എന്നുള്ളത് എന്താ, ഹോൾഡ് ചെയ്യാൻ മാക്സിമം നമ്മുടെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഇമോഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതൊരു ലോങ് റണ്ണിൽ നമുക്കൊരു പ്രോഫിറ്റ് ആവാനുള്ള ഒരു കേസ്. SL അടിച്ചു, അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യുക. പെർ ഡേ ഇത്ര ട്രേഡാണോ നിങ്ങൾ നോക്കുന്നത് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. ഞാൻ കുറേ നാളായിട്ട് കുഴപ്പമില്ലാതെ റൺ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണിത്. ജസ്റ്റ് ലിക്വിഡിറ്റി FEG കൺസെപ്റ്റും അതിൻ്റെ കൂടെ സ്ട്രൈക്ക് പ്രൈസിൽ ഒരു SL പ്ലേസ്മെൻറ്റിനായിട്ട് 59 EMA ക്രോസ് ആ ലൈൻസ് കൂടി മാനേജ് ചെയ്താണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു SL സ്ട്രൈക്ക് പ്രൈസിൽ വയ്ക്കാം. ഇൻഡെക്സിൽ നമുക്ക് FEG ലിക്വിഡിറ്റി വെച്ച് ട്രേഡ് എടുത്തിട്ട് സ്ട്രൈക്ക് പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് SL പ്ലേസ് ചെയ്യാൻ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. അപ്പോൾ നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ആ ഒരു പുൾ ബാക്ക് വന്നതുകൊണ്ടാണ് SL അടിച്ചത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യാം. ഞാൻ ട്രേഡ് വരുമ്പോൾ ഒരു അപ്ഡേറ്റ് ഇടാം. ആക്ച്വലി നമുക്ക് നമ്മുടെ ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ട്രേഡ് കൂടി വന്നതായിരുന്നു. പക്ഷെ അതും ഞാൻ സിസ്റ്റം ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് എൻട്രി കിട്ടിയില്ല. സെയിം നമ്മുടെ ഇൻഡെക്സിൽ ഒരു FEGയിലേക്ക് ഉള്ള ഒരു പുൾ ബാക്കും ആ സെയിം സമയത്ത് തന്നെ 11 ആ ഒരു സമയത്ത് തന്നെ സ്ട്രൈക്ക് പ്രൈസിൽ 5 മിനിറ്റിൻ്റെ 50 EMA സപ്പോർട്ടും. ഇതായിരുന്നു ആ എൻട്രി പോയിന്റ്. ആ എൻട്രി മിസ്സായി. ഏകദേശം 1:45. ഞാൻ പറയും, ഇത് നന്നായിട്ട് വർക്കാവുന്നൊരു സ്ട്രാറ്റജിയാണ്. ഞാൻ പണ്ടോട്ടേ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. ജസ്റ്റ് നമ്മുടെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡേ ബയാസിലെ ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ്, ബെയറിഷ് ആണെങ്കിൽ ബെയറിഷ് ആയാലും ഒരു FEG റെസ്പെക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 5 മിനിറ്റിലോ 3 മിനിറ്റിലോ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ EMA സപ്പോർട്ട് കിട്ടുമ്പോൾ അവിടെ നിന്നൊരു എൻട്രി. നമ്മുടെ ഫസ്റ്റ് എൻട്രി നമ്മൾ പ്ലാൻ ചെയ്ത് ഈ ഒരു 3 മിനിറ്റിൻ്റെ ഇതിൽ ഒരു എൻട്രി ആയിരുന്നു. രണ്ടാമത് അതിൻ്റെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത ഒരു എൻട്രി വീണ്ടും വന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഇനി എൻട്രീസ് ഇനി അതുപോലെ വരും. ഇപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളിട്ട പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. ഈ ഒരു ലിക്വിഡിറ്റി ക്രോസ് ചെയ്തൊരു 50 മിനിറ്റ് ക്യാൻഡിൽ വന്നു. അത് ക്രോസ് ചെയ്ത് തന്നെ മുകളിലേക്ക് പോകുന്നു. ഈ ഒരു OB വരെ ടാർഗറ്റ് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ട്രേഡ് ഇനി എടുക്കുന്നില്ല. നമുക്ക് നാളെ പ്ലാൻ ചെയ്യാനും. ഓക്കെ, ബൈ.